കൂടുതൽ സ്വദേശികളെ നല്ല ശമ്പളവും ആനുകൂല്യവും നൽകി നിയമിക്കാൻ പ്രോത്സാഹിപ്പിക്കുകയാണ് പുതിയ പദ്ധതിയുടെ ലക്ഷ്യം. ശമ്പളത്തിന്റെ അടിസ്ഥാനത്തിൽ വെയിറ്റേജ് വർദ്ധിക്കുന്ന രീതിയിലാണ് പുതിയ വ്യവസ്ഥയ്ക്ക് രൂപം നൽകിയിട്ടുള്ളത്. പുതിയ നിയമപ്രകാരം സ്വദേശി ജീവനക്കാരന്റെ മിനിമം വേതനം 4000 റിയാലാക്കി നിശ്ചയിച്ചാൽ മാത്രമേ നിതാഖാത്ത് വ്യവസ്ഥയിൽ ഒരു സ്വദേശിയായി പരിഗണിക്കുകയുള്ളൂ. ഇതുവരെ ഇത് 3000 റിയാലായിരുന്നു. 6000 റിയാലിന് മുകളിൽ ശമ്പളം നൽകിയാൽ വെയിറ്റേജ് വർദ്ധിക്കും. ഒരു സ്വദേശിക്ക് 12000 റിയാലിന് മുകളിൽ വേതനം നൽകിയാൽ 2 സ്വദേശിയെ നിയമിച്ചതിനുള്ള വെയിറ്റേജ് ലഭിക്കും. 2000 റിയാലാണ് ഒരു സ്വദേശിക്ക് ശമ്പളം നൽകുന്നതെങ്കിൽ സ്വദേശിവത്കരണത്തിൽ പകുതി സ്വദേശിയുടെ വെയിറ്റേജ് ലഭിക്കും. 2000-ൽ കുറവാണ് ശമ്പളമെങ്കിൽ സ്വദേശിവത്കരണത്തിൽ പരിഗണിക്കില്ല. സൗദി തൊഴിൽ മന്ത്രാലയത്തിന്റെ ഡാറ്റാബേസ് അനുസരിച്ചും സോഷ്യൽ ഇൻഷുറൻസ് അടക്കുന്നതിനും അനുസരിച്ചായിരിക്കും സ്വകാര്യ സ്ഥാപനങ്ങൾക്ക് സൗദിവത്കരണ വെയിറ്റേജ് ആനുകൂല്യം ലഭിക്കുകയെന്നും തൊഴിൽ മന്ത്രാലയം വ്യക്തമാക്കി. നിയമനത്തിന് ശേഷം 26 ആഴ്ചകൾ കഴിഞ്ഞ ശേഷം മാത്രമേ സ്വദേശിവത്കരണം രേഖപ്പെടുത്തുകയുള്ളൂ. നിതാഖാത്ത് നിയമങ്ങൾ അടിക്കടി മാറ്റങ്ങൾ വരുത്തി സൗദി പൗരന്മാർക്ക് തൊഴിൽ ലഭ്യമാക്കാനുള്ള ശ്രമത്തിലാണ് തൊഴിൽ മന്ത്രാലയം. ആകർഷകമായ ശമ്പളവും ആനുകൂല്യങ്ങളും ലഭ്യമല്ലാത്തതിനാൽ അഭ്യസ്തവിദ്യരായ സൗദി യുവാക്കൾ സ്വകാര്യ മേഖലയിലേക്ക് വരാൻ മടിക്കുന്നുവെന്ന് അടുത്തിടെ നടന്ന സർവേയിൽ വ്യക്തമായിരുന്നു. ഇതിനെ തുടർന്നാണ് സ്വകാര്യ മേഖലയിലേക്ക് സൗദി യുവാക്കളെ ആകർഷിക്കാൻ നിരവധി പദ്ധതികൾ ആവിഷ്കരിക്കുന്നത്. മൂസക്കുട്ടി വെട്ടിക്കാട്ടേരി, മീഡിയ 1.